തീർച്ചയായും മനുഷ്യന്റെ കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത് എന്ന വചനമുണ്ട്. അവരുടെ ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. അതുകൊണ്ട് ഹൃദയാന്ധതയ്ക്ക് പരിഹാരം കാണാൻ വിശുദ്ധ ഖുർആനിന്റെ പഠനം ശക്തമാക്കണം എന്ന് പറയുന്നു. നമ്മുടെ ഈ സംരംഭത്തിന് അൽ ഫുർഖാൻ ഇസ്ലാമിക് സെന്ററിന് അത് സാധ്യമാകണം. ഒരു പരിധിവരെ ഒരുപക്ഷെ ഇന്നാട്ടിലെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അതിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ആളുകളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ, സമാധാന ജീവിതത്തിലേക്ക് ഇഹത്തിലെയും പരത്തിലെയും ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കി കൊടുക്കാൻ ഈ ഒരു സംരംഭത്തിന് സമയം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ ഇതിന് ഇന്നു മുമ്പിൽ നിന്ന മുഴുവൻ ആളുകളും ഉത്തരം പറയേണ്ടി വരും എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഭയപ്പെടുത്താനല്ല, പക്ഷേ നാം ഭയപ്പെടാൻ വേണ്ടിയാണ് ആ പ്രയോഗം നടത്തിയത്. ഇന്നാട്ടിലെ മാത്രമല്ല, ഇവിടെ ബന്ധപ്പെടുന്ന നമുക്ക് മീഡിയകളിലൂടെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദീനീ സന്ദേശം എത്തിച്ച് ആളുകളെ കൃത്യമായ ഈമാനിലേക്ക്, അതിലൂടെ ഈഹാപര സമാധാനപൂർണ്ണ ജീവിതത്തിലേക്ക്, സ്വസ്ഥ സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക് നയിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പ്രയാസമായിരിക്കും. ആ വചനം ഇങ്ങനെയാണ്, 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 46-ാം വചനമാണ്. أفلم يسيروا في الأرض فتكون له قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب القلوب التي في الصدور. ഹൃദയങ്ങളിലുള്ള, നെഞ്ചകത്തുള്ള ഹൃദയത്തിലാണ് അന്ധത ബാധിച്ചു പോയത് സമൂഹത്തിൽ പലർക്കും. നെഞ്ചകത്ത് കാഴ്ചയുള്ള ഒന്നുണ്ട്, ഒരു കണ്ണുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, ഹൃദയമുണ്ട്. അതിന് കളങ്കം, അതിന് രോഗം ബാധിച്ചിരിക്കുന്നു. അത് ഭേദപ്പെടുത്തണം. കണ്ണിനല്ല കാഴ്ച നഷ്ടപ്പെടുന്നത്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സമാധാനിച്ചാൽ മതി, ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മതി. യാത്ര കുറയ്ക്കേണ്ടി വരും, സഹായി വേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷേ ഹൃദയത്തിന് അന്ധത ബാധിച്ചാൽ അത് അടുത്തുള്ളവന്റെ കണ്ണിന് പ്രയാസമുണ്ടാക്കും, അടുത്തുള്ളവന്റെ ചാരിത്ര്യം നഷ്ടപ്പെടുത്തും, അടുത്തുള്ളവന്റെ സമ്പത്ത് അപഹരിക്കപ്പെടുന്നതിന് നയിക്കും, അടുത്തുള്ളവരുടെ ശരീരം ദ്രോഹിക്കപ്പെടും, രക്തം ചിന്തപ്പെടും, സ്നേഹവും കാരുണ്യവും അകന്നു പോകും. സഹോദരികളെ ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടെ മാത്രമാണ് തീർച്ചയായും ഒരു സമൂഹത്തിന് സമൂഹത്തെ സമുദ്ധരിക്കാൻ സാധ്യമാകുന്നത്. വിശുദ്ധ ഖുർആൻ അത്രമേൽ ശക്തമായ ഗ്രന്ഥമാണ്. യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. അത് പഠിക്കണം, അത് പഠിക്കാൻ എളുപ്പമാണ്. യുവാക്കളോട്, യുവതികളോട് പ്രത്യേകിച്ച് ഞാൻ ഉണർത്തുന്ന അവസാനത്തെ ഒരു ഉപദേശം, വസിയത്ത്: നിങ്ങൾ ഈ സമയത്തെ, ഇപ്പോഴുള്ള ശക്തിയെ, ഇപ്പോഴുള്ള ധൈഷണിക ശേഷിയെ, ഇപ്പോഴുള്ള കരുത്തുള്ള ആരോഗ്യവും സമ്പത്തും ഒഴിവ് സമയവും നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാൻ സമയം കണ്ടെത്തി വക്രതയില്ലാത്ത ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ശക്തമായി മുന്നോട്ട് പോകണം. നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, പ്രവാചകന്റെ സന്ദേശമുണ്ട്, വിശുദ്ധ ഖുർആനും പ്രമാണമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമുണ്ട്. അല്ലാഹു എന്നെയും നിങ്ങളെയും അതിന് ശക്തരായി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. നിന്റെ റഹ്മത്തും ബർക്കത്തും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന തഖ്വയും വിശ്വാസവുമുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. നാടിന്റെ മുക്കുമൂലകളിൽ, ഒളിക്കേന്ദ്രങ്ങളിൽ തക്കം പാർത്തിരിക്കുന്ന, സാമ്പത്തിക അതിമോഹവുമായി ഇരിക്കുന്ന ഒരുപാട് പാതിരി പുരോഹിതന്മാരിൽ നിന്ന്, ഏത് വിഭാഗത്തിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും ഇണകളെയും തുണകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ പാശം മുറുകെ പിടിച്ച് നീ എല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് നിന്നോട് മാത്രം ചോദിക്കുന്നവരായി ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നീയാണ് ഹൈറും ഷെറും തരുന്നവൻ എന്ന വിശ്വാസമുള്ളത് കൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന്
എന്ത് പ്രയാസം നേരിടുമ്പോഴും നീ തന്നതാണെന്ന് വിശ്വസിച്ച് പരീക്ഷണമായി മനസ്സിലാക്കി അതിൽ ക്ഷമയോടെ നിന്ന് വിജയിക്കാൻ പ്രാപ്തിയുള്ളവരും ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികവും ശാരീരികവും മാനസികവും അല്ലാതെ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ മഹല്ലിലും അല്ലാതെയുമുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം പ്രയാസങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, അതിക്രമങ്ങളിൽ നിന്നും, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും, സാമൂഹിക അതിക്രമങ്ങളിൽ നിന്നുമെല്ലാം നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും എല്ലാം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന, ആർക്കും മോശം പറയേണ്ടതില്ലാത്ത നല്ല വസ്ത്രധാരണം ധരിക്കുന്ന, നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സ്ത്രീകളെയും ഉമ്മമാരെയും കുട്ടികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اجعلنا من الذين يقرؤون القرآن حق قراءته. اللهم اجعلنا من الذين يدرسون القرآن حق دراسته. اللهم اجعلنا من الذين يعملون بالقرآن حق عمله يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.